ഫേസ്ബുക്കിൽ എൻ്റെ വീഡിയോ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും നന്ദി. അപ്പോൾ നമുക്ക് യൂട്യൂബിലൊരു ചാനലും കൂടി ഉണ്ട്, ജസ്റ്റ് സ്റ്റാർ വ്ളോഗ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം നിങ്ങൾ. നമ്മളിന്ന് പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിളിച്ചു വരുത്തി അപമാനിച്ച് വിട്ടു. ആനിനെ ഒരു പ്രോഗ്രാമുണ്ട് അമൃത ചാനലിൽ, ആനീസ് കിച്ചൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്രോഗ്രാമാണ്. നല്ല ഭക്ഷണങ്ങൾ വയ്ക്കും, നല്ല ഗസ്റ്റുകൾ വരാറുണ്ട്, ഗസ്റ്റുകളോടൊക്കെ നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്തുള്ളൊരു വലിയൊരു വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് എന്താണ്, ആനിയുടെ ചോദ്യങ്ങൾ പലതും ശരിയല്ല, പലതും അസ്ഥിമ കൊള്ളുന്നു, പലർക്കും അസ്ഥിമ കൊണ്ടിട്ട് പലരും പൊട്ടിത്തെറിച്ചു എന്നുള്ളൊരു പ്രോഗ്രാമിനെതിരെ ഭയങ്കര ഒരു കല്ലേറ് ഉണ്ടായി. അത് കല്ലേറിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിമിഷ സജയൻ വന്ന ഒരു എപ്പിസോഡ് ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായി. അതുപോലെ തന്നെ നവ്യ നായർ വന്ന എപ്പിസോഡ്, ആ എപ്പിസോഡിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നവ്യ നായർ പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തി എന്നെ അപമാനിച്ചു ആനി ചേച്ചി എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം നമുക്കൊന്ന് പരിശോധിക്കാം. കാരണമൊന്നുമല്ല, ഈ പ്രോഗ്രാമിൽ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഭക്ഷണം വയ്ക്കുന്ന പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ വന്നപ്പോൾ ആ ഭക്ഷണത്തെ കാര്യത്തിനെ കുറിച്ചാണ് ആനി കൂടുതൽ സംസാരിക്കുക. ആ സംസാരിച്ചതിന് കൂടിയപ്പോൾ ചോദിച്ചു, നല്ല ഭക്ഷണം വയ്ക്കുന്നവരാണ് ഒരു വീട്ടിലെ യഥാർത്ഥ ഭാര്യ. കുടുംബം നോക്കുന്ന ആൾക്ക് ശരിക്കും ഭക്ഷണം വയ്ക്കാൻ അറിയണം. കുടുംബിനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം വയ്ക്കാൻ അറിയുന്ന ഒരു പെണ്ണാണ് ശരിക്കുള്ള കുടുംബിനി, നല്ല ഭാര്യ, ഭർത്താവിന് കൂടുതൽ ഇഷ്ടമുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ നവ്യ നായർക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. നവ്യ നായർ പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം നന്നായി വയ്ക്കാത്ത എത്രയോ ഭാര്യമാർ കുടുംബം നന്നായി നോക്കി ഭർത്താക്കന്മാരെ കണ്ണിലുണ്ണിയായി സ്നേഹിച്ച് നടക്കുന്നതാണ്. അതിൻ്റെ എന്താ ആനി ചേച്ചി ഇങ്ങനെ പറഞ്ഞത് ശരിയായൊരു നടപടിയല്ല എന്നാണ് നമ്മുടെ നവ്യ നായരുടെ സ്റ്റേറ്റ്മെൻറ്റ്. അതും ശരിയാണ്, ഇതും ശരിയാണ്. പക്ഷേ ഭക്ഷണം വയ്ക്കാൻ അറിയാത്ത എത്രയോ ഭാര്യമാർ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നുണ്ട്. ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നുണ്ട്. ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ എന്ത് ചെയ്യും, ഭാര്യയ്ക്ക് ഭക്ഷണം വയ്ക്കാൻ അറിയില്ലെങ്കിൽ ഭർത്താക്കന്മാർ അടുക്കളയിൽ കയറി ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലയെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇതൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ എന്ത് ചോദിക്കണം, ഏത് ചോദിക്കണം എന്നുള്ളത് അത് കോസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ആനിയുടെ പരമാധികാരമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നർമ്മരസമായുള്ള ചോദ്യങ്ങൾ ചോദിക്കും, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ഉത്തരം പറയാനായിട്ട് വരുന്ന ആൾക്കാർ ബാധ്യസ്ഥരാണ്. പിന്നെ നാട് നന്നാക്കേണ്ട കാര്യം, നാട്ടിൽ ഇങ്ങനെയുണ്ടെന്ന് പറയേണ്ട കാര്യമൊന്നും വരുന്ന ഗസ്റ്റിനും ഇല്ല. ചോദ്യം ചോദിച്ചാലും തെറ്റുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേര് ചോദിച്ചാലും, ഒരാൾ ചോദിച്ചാലും ഒരാൾ കേട്ടാലും ഒരാൾ മറുപടി പറഞ്ഞാലും ഒന്നും തെറ്റില്ല. പക്ഷേ സോഷ്യൽ മീഡിയ അതല്ല കണ്ടത്. സോഷ്യൽ മീഡിയ അതിലത്തെ നെഗറ്റീവ് കണ്ടിട്ട് ഇവരെ രണ്ടുപേരെയും കൂടിയിട്ട് വളരെയധികം മോശമായിട്ട് ചിത്രീകരിക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും വേണ്ട. രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പ്രോഗ്രാം പങ്കെടുത്തത്, അതിൽ യാതൊരു പ്രശ്നവുമില്ല, അതിലൊരു വിവാദവും ഇല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്.